എടുക്കല്ലേ? അതാണോ? അപ്പോൾ പേടിക്കുക വേണ്ട, വണ്ടി കയറില്ല, ഒന്നും കയറില്ല. അറിയാൻ നമ്മൾ റോഡിൽ ഇതറിയായിരുന്നു വല്ല വേറെ വണ്ടി എടുത്ത് തരായിരുന്നു. വേണ്ട ചെന്നൈ കയറില്ലടാ, കൺഫേമാണ്. നമ്മൾ തള്ളല്ലേ ഇതല്ല, ഇതിനപ്പുറം ചാടിക്കിടന്നവനാണ് ജോസഫ്. ഏത് കുഞ്ഞു കയറ്റം അത്രേ ഉള്ളൂ. അയ്യോ എന്നെ നീ വഴിയിലാക്കൂടെ ശാന്തേ, പേടിക്കണം ശാന്തേ. ഈ കയറ്റം കയറാൻ മാത്രം നമ്മൾ പെട്രോൾ എത്തിച്ചാൽ മതി. തിരിച്ചു വരുമ്പോൾ നമുക്ക് ന്യൂട്രലിലോട്ട് വരാം. ന്യൂട്രലല്ല, വണ്ടി ഓഫാക്കിയിട്ട് വരാം. എടാ നടന്നതിനേക്കാളും വേദന കയറാൻ പറ്റും എനിക്ക് തോന്നുന്നു കേട്ടോ. എന്റെ മോനെ നമ്മുടെ വണ്ടി പൊളി. ഇങ്ങോട്ടാണോ അങ്ങോട്ടോ? ലെഫ്റ്റ് റൈറ്റോ? ലെഫ്റ്റ് കോഴ്സ് അതുവരെ വീട്ടിലേക്കല്ലേ? ആ വേണ്ട. തണുക്കുന്നുണ്ടോ എനിക്ക്? ചെറുങ്ങ ബ്രേക്ക് കിട്ടൂടെ? ബ്രേക്ക് വിട്ട് കിട്ടും. പിന്നെ ഒന്നുമില്ല. അവിടെ തിരിച്ച് നമ്മൾ കയറി ഇങ്ങനെ കയറ്റി വേറെ റോഡിനെ നോക്കിയാൽ എനിക്കറിയാൻ മേല. വേറെ വണ്ടിയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും മിക്കവാറും. അല്ലേ ഷാനു? പോവാ. ദാസനും വിജയനും ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു പാറയുണ്ട്, മുത്താശ്ശിപ്പാറ എന്നാണ് പേര്. ഇതിപ്പം ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് പഞ്ചായത്ത് ഇതിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങോട്ടുള്ള വഴിയാണ്. വഴി വളരെ മോശമാണെങ്കിലും ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഈ പാറേൻ്റെ അടുത്ത് വരെ വണ്ടി വരും. പിന്നെ കുറച്ചങ്ങോട്ട് നടന്നാൽ മതി. അതും അതിനടുത്ത് വരെ തന്നെ സിമെൻറ്റ് ചെയ്ത റോഡാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ്, കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും മുത്താശ്ശിപ്പാറയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ മേലെത്തി. അവിടെ നിന്ന് കുറച്ചുള്ളൂ, ഞാൻ പറഞ്ഞ പോലെ അവിടെ നിന്ന് കുറച്ചും കൂടെ കയറി വന്നാൽ തന്നെ മുത്താശ്ശിപ്പാറ എത്താൻ പറ്റും. ഈ മുത്താശ്ശിപ്പാറേൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ്. വലിയൊരു ഹൈക്കിങ്ങും പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കയറിയാൽ തന്നെ ഒരു വലിയൊരു പാറപ്പുറത്തും പാറേൻ്റെ മേലെ നിന്ന് കാണുന്നുള്ള ഒടുക്കത്തെ വ്യൂ. ആ വ്യൂ എല്ലാവരും ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇത്രയ്ക്ക് അടിപൊളി വ്യൂ, ഇത്രയും ചിലവ് പറഞ്ഞ് 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് ആക്റ്റീവാണ് ഞാനിവിടെ കയറി പോകുന്നത് ഇങ്ങോട്ട്. അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ എൻ്റെ മേലോട്ട് വരാൻ. ഫാമിലിക്കൊക്കെ വരാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. അത്രയ്ക്കും ഒരു ബുദ്ധിമുട്ടുള്ള സ്ഥലമൊന്നുമില്ല. പിന്നെ ചുറ്റും വീടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല താനും. ഈ സ്ഥലത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ കാണുന്ന ചുറ്റും ഇത്രയും വലിയ മലേനെ നടുക്ക് ഒരു കുഞ്ഞി പാറ ആരോ കൊണ്ട് വെച്ചവരാണ്. കുഞ്ഞി പാറ ചുറ്റും, ഈ കാണുന്ന ചുറ്റും മലകളുടെ നടുക്കായിട്ട് ഒരു കുഞ്ഞി പാറ കൊണ്ട് വെച്ചാലുള്ള വൈബുണ്ടല്ലോ, അതാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഇവിടെ നിന്ന് നല്ല തെളിച്ചുള്ള സമയത്താണെങ്കിൽ ഇവിടെ നിന്നുണ്ട് ആ ഭാഗത്തായിട്ട് കടൽ വരെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും ഒരു 5 മണിക്കൊക്കെ അടുത്തായിട്ട്, അതായത് സന്ധ്യ ഈ ഒരു സമയത്ത് ഇങ്ങനെ ചുവന്ന സൂര്യനും കോടയൊക്കെ ആയിട്ട് കാണാൻ പറ്റിയ സമയത്ത് വരുന്നതായിരിക്കും ബെറ്റർ.